അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ ദുറൂസിലെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇത് ആൻസർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ആദ്യം ചോദ്യം നന്നായിട്ട് നമ്മൾ വായിച്ചു നോക്കുക. പേരും കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ഇവിടെ പേരും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള സ്ഥലമാണ്. അതിന് ശേഷം ശരിക്ക് ശരി നൽകാം. ചോദ്യങ്ങളാണ് കേട്ടോ. ശരിക്ക് ശരി നൽകാം ഒന്നാമത്തെ മെയിൻ ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾക്കും ശരിയായ ആൻസറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശരിയായത് ഏതാണ്? അതിന് നേരെ ശരിയിടാനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ? ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ. ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ ഇവിടെയുള്ള ഓപ്ഷനുകൾ എന്തൊക്കെയാണ്? പിശാച്ച് കൂടെ കൂടും, പിശാച്ച് കൂടെ കൂടും, പിശാച്ച് അകന്നു പോകും. ഏതാ ശരി? പിശാച്ച് അകന്നു പോകും. അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അതിനെന്ത് ചെയ്യാം? ശരിയിട്ടെടുക്കുക. 2, സ്വർഗത്തിൽ കടക്കാൻ. സ്വർഗത്തിൽ കടക്കാൻ മുഫ്ലിസ് ആവണം, മുഅ്മിനാവണം. ഏതാ ശരി? മുഅ്മിനാവണം. സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ മുഅ്മിനാവണം. അപ്പോൾ അതിന് ശരിയിട്ടെടുക്കുക. 3ാമത്തെ ചോദ്യം നോക്ക്. സലാം വ്യാപിപ്പിച്ചാൽ. സലാം വ്യാപിപ്പിച്ചാൽ. ചോദ്യം നന്നായി വായിക്കണം. സ്നേഹം ഉണ്ടാകും, സ്നേഹം കുറയും. സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാവുകയാണോ സ്നേഹം കുറയുകയാണോ? നമ്മുടെ സലാമിൻ്റെ ഒരു പാഠമുണ്ടല്ലോ, ആ പാഠത്തിലുള്ള ചോദ്യമാണ്. ഏതാണ്? സ്നേഹം ഉണ്ടാകും. അതിന് ശരിയിട്ടും അതാണ് ശരി. സ്നേഹം ഉണ്ടാകും. സലാം പറഞ്ഞിങ്ങനെ ഒരുപാട് വ്യാപിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം ഉണ്ടാകും. 4, മാതാപിതാക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും, കൂട്ടുകാർ വെറുക്കും. കറക്റ്റ് ഏതാണ്? മാതാപിതാക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. 30 എന്നുള്ള പാഠത്തിലുള്ളതാണ് അല്ലേ? മാതാപിതാക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. അപ്പം അതിന് ശരിയിട്ടെടുക്കുക. 5ാമത്തെ ചോദ്യം, നേരത്തെ ഉറങ്ങിയാൽ. നേരത്തെ ഉറങ്ങിയാൽ. നമ്മൾ 4ാമത്തെ പാഠത്തിൻ്റെ പേരെന്നെ എന്താണ്? നേരത്തെ ഉറങ്ങാന്നല്ലേ? ആ പാഠത്തിലുള്ള ചോദ്യമാണ്. നേരത്തെ ഉറങ്ങിയാൽ എന്തൊക്കെയാ നേട്ടങ്ങളും ഉണ്ടാവും, കുറേ കോട്ടങ്ങളും. അതിന് നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാലുള്ള നേട്ടങ്ങൾ പറഞ്ഞിരുന്നു, നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാലുള്ള ദോഷങ്ങളും പറഞ്ഞിട്ടുണ്ട്. 2 കള്ളികളായിട്ടാണ് ആ പാഠം പഠിച്ചിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് നേട്ടം? ഒരു നേട്ടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓർമ്മശക്തി കൂടും. നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഓർമ്മശക്തി കൂടൂലേ? കൂടും. അപ്പോൾ അതാണ് ശരി ആൻസർ. ഓർമ്മശക്തി കുറയുന്നുള്ളതോ? അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ശരി മാത്രം ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഏതാണോ ശരി മാത്രം. മറ്റെല്ലാം തെറ്റൊന്നും ഇട്ട് കൊടുക്കണ്ട. മനസ്സിലായോ? ശരി മാത്രം ഇട്ട് കൊടുക്കുക. ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്. ഒരു ചോദ്യത്തിന് 2 മാർക്ക്. അപ്പോൾ ഇതൊക്കെ ശരിയായ ഈ 5 ശരിയായ ഒരാൾക്ക് 10 മാർക്ക് കിട്ടി. അടുത്ത മെയിൻ ചോദ്യം നോക്കിയേ. താഴെ പറയുന്നവയിൽ ശരിയായവർക്ക് അടിവരയിടാം. താഴെ പറയുന്നവയിൽ ശരിയായവർക്ക് അടിവരയിടാം. ശരിയായിട്ടുള്ള ആൻസർ ഏതാണോ അതിന് അടിയിൽ വരക്കുക. അപ്പോൾ നോക്കിക്കോ. നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ. നേരത്തെ പഠിച്ചല്ലേ? നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ? അതിന് അടിയിൽ മാത്രം വരക്കുക കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം. പെരുമാറ്റം നന്നാവും അല്ലേ? പെരുമാറ്റം നന്നാവും. നേരത്തെ ഉറങ്ങിയാൽ പെരുമാറ്റം നന്നാവും. അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തു. മറ്റൊരു ഓപ്ഷൻ ഇവിടെ സന്തോഷം നഷ്ടപ്പെടും. സന്തോഷം നഷ്ടപ്പെടും. അത് നേരത്തെ ഉറങ്ങിയാലുള്ള നേട്ടമാണോ? അല്ല. അത് നേരത്തെ വൈകി ഉറങ്ങിയാലുള്ള പ്രശ്നമാണ്. എന്ത്? സന്തോഷം നഷ്ടപ്പെടും. അപ്പോൾ അത് വരക്കണ്ട. കാരണം ശരിയായതിന് മാത്രം വരച്ചാൽ മതി. ഇവിടെ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. പെരുമാറ്റം നന്നാവുന്നുള്ളത് മാത്രം. അതിനടിയിൽ ആരോഗ്യം കൂടും അല്ലേ? നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം കൂടും. അതിനും അണ്ടർലൈൻ ചെയ്യാം. പിന്നെ പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും. പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും. അതും കറക്റ്റാണ്. അതിനടിയിൽ എന്ത് ചെയ്യാം? അണ്ടർലൈൻ ചെയ്യാം. അടുത്ത നോക്കിയേ. സന്തോഷമുണ്ടാകും. നേരത്തെ ഉറങ്ങിയാലുള്ളൊരു ഗുണമാണ് സന്തോഷമുണ്ടാകും. അപ്പോൾ നേരത്തെ ഉറങ്ങാന്നുള്ള പാഠം ആ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങളും
വൈകി ഉറങ്ങിയാലുള്ള പ്രശ്നങ്ങളും പറയുന്ന ആ 2 പട്ടികകൾ പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഇത് പഠിക്കണം കേട്ടോ. എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. പൂർത്തിയാക്കാം. ഇതാണ് പൂർത്തിയാക്കാം. മൂന്നാമത്തെ മെയിൻ ചോദ്യം പൂർത്തിയാക്കാം. 1. ഉറക്കം അള്ളാഹു നൽകിയ വലിയ. നാലാം പാഠത്തിലെ ചോദ്യം തന്നെയാണ്. ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ആളോട് പൂർത്തിയാക്കണം, പൂരിപ്പിക്കാൻ കേട്ടോ. ഇതിൻ്റെ ബാക്കി ക്ലാസ്സിൽ സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ട്. ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഈ അനുഗ്രഹമാണ് എന്ന് ഇവിടെയാണ് എഴുതി കൊടുക്കേണ്ടത്. വേറെ ഒന്നും ചെയ്യണ്ട. ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഇനിയോ ഇശായിന് ശേഷം സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല. ഇഷ്ടമായിരുന്നില്ല എന്നതാണ് പൂർത്തിയാക്കാനുള്ളത്. എന്ത് ചെയ്യുക? പൂരിപ്പിക്കുക. ഇഷ്ടമായിരുന്നില്ല. എഴുതിയത് കാണുന്നുണ്ടോ? ഇഷ്ടമായിരുന്നില്ല. എഴുതാൻ എല്ലാവർക്കും കിട്ടണം കേട്ടോ. ചിലപ്പോൾ ചിലർക്ക് ആൻസർ കിട്ടും, പക്ഷെ എഴുതാൻ അറിയില്ല. എന്തുകൊണ്ട് വരുന്നതാണ്? വായനയുടെ കുറവ് കൊണ്ട് വരുന്നതാണ്. നന്നായി വായിക്കുക. എങ്ങനെയാണ് അത് എഴുതിയിട്ടുള്ള അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് വായിക്കണം. എങ്ങനെയാണ് അത് എഴുതിയിട്ടുള്ളത് നോക്കുക, അതുപോലെ എഴുതി പഠിക്കുക. മൂന്നാമത്തെ ചോദ്യം. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഡാഷ്. ഇവിടെ പൂരിപ്പിക്കാനാ. ആരാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന? ആരാ? ഉപ്പയാണ്. നമ്മൾ ഉമ്മയും ഉപ്പയും എന്ന പാഠത്തിൽ ഇതേ സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ്. അടുത്തത് നോക്കിയേ. മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും ഡാഷ്. ഇതും ആ പാഠത്തിലുള്ള ചോദ്യം തന്നെ അല്ലേ. മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. അനുസരിക്കുകയും വേണം. അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അനുസരിക്കുകയും വേണം. അഞ്ചാമത്തെ ചോദ്യം. ഗർഭം ചുമന്നതും വേദന സഹിച്ചു പ്രസവിച്ചതും ഡാഷ്. ഇതും അതേ പാഠത്തിലുള്ള ചോദ്യം തന്നെ. എന്താണ്? ഗർഭം ചുമന്നതും വേദന സഹിച്ചു പ്രസവിച്ചതും ഉമ്മയാണ്. ഉമ്മയാണ്. അതും കറക്റ്റായിട്ട് എല്ലാവരും എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മൾ 3 മെയിൻ ചോദ്യങ്ങൾ ഇപ്പോൾ ആൻസർ ചെയ്തു. 1, 2, 3 ഇങ്ങനെ 3 മെയിൻ ചോദ്യങ്ങൾ ആൻസർ ചെയ്തു. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗം അതാണ് നമ്മൾ പറയുന്നത്. ചോദ്യം എന്താണ്? ഉത്തരം എഴുതാം. ഉത്തരം എഴുതാം. 1. വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ പറയണം എന്ത്? വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ എന്താ പറയണ്ടത്? വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് എന്താ പറയണ്ടേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലേ? നമുക്ക് ചെറുപ്പത്തിലേ പഠിച്ചതാണ്. വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടില്ലേ? രണ്ടാമത്തെ ചോദ്യം നോക്കൂ. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ? അള്ളാഹു എപ്പോഴാണ് നമ്മെ ഇഷ്ടപ്പെടുക? മൂന്നാമത്തെ പാഠം അല്ലേ? മൂന്നാമത്തെ പാഠം, രണ്ടാമത്തെ പാഠം. ഉപ്പയും ഉമ്മയും എന്നുള്ള പാഠത്തിലുള്ള മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ, മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു എന്ത് ചെയ്യും? നമ്മെ ഇഷ്ടപ്പെടും. അപ്പോൾ അതെല്ലാവരും അതുപോലെ പഠിച്ചു വെക്കുക. അള്ളാഹു നമ്മെ എപ്പോൾ ഇഷ്ടപ്പെടും? മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ. ഇതുപോലുള്ള ചോദ്യങ്ങൾ ആ പാഠത്തിൽ നിന്ന് എന്ത് ചെയ്യാം? ചോദിക്കാം. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് എഴുതാം. 6 മാർക്കാണ് 2 ചോദ്യം എഴുതാൻ. ഇനി 5ാമത്തെ മെയിൻ ചോദ്യം എന്താ? ക്രമത്തിലാക്കാം. ക്രമത്തിൽ എഴുതാൻ. ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഒരു 4 വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. 4 വേർഡുകൾ, 4 പദങ്ങൾ. ഇതിൽ ആദ്യത്തേത് ഏത്, രണ്ടാമത്തേത് ഏത്, മൂന്നാമത്തേത് ഏത്, ഇങ്ങനെ ഇവിടെ ഓർഡറിൽ എഴുതാണ്. ഞാനിപ്പോൾ ഇവിടെ നമ്പർ ഇടുക മാത്രമേ ചെയ്തിട്ടുള്ളത്. ശരിക്കും എന്താ എഴുതേണ്ടത്? ആദ്യത്തേത് എഴുതുക, എന്നിട്ട് രണ്ടാമത്തേത് എഴുതുക, എന്നിട്ട് മൂന്നാമത്തേത് എഴുതുക, എന്നിട്ട് നാലാമത്തേത്. നമ്മൾ പഠിച്ചതാണ്. ഏത് പാഠത്തിൽ? ഉപ്പയും ഉമ്മയും എന്നുള്ള പാഠത്തിൽ തന്നെ, ഉമ്മയും ഉപ്പയും എന്നുള്ള പാഠത്തിൽ തന്നെ പഠിച്ചതാണ്. എന്താണ്? റിള റബ്ബി. ഒന്നാമത്തെ റിള, രണ്ടാമത്തെ പദം ഏതാ? റബ്ബി. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുക റിള റബ്ബി ഫീ റിളൽ വാലിദൈൻ. മൂന്നാമത്തേത് ഫീ റിള.
നാലാമത്തതോ അൽ വാലിദൈൻ. അപ്പോൾ എന്താ ഇവിടെ മൊത്തത്തിൽ എഴുതേണ്ടത്? റിളർ റബ്ബി ഫി റിളൽ വാലിദൈൻ. ഇത് ക്രമത്തിൽ എഴുതുകയാണ് വേണ്ടത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് കിട്ടും. നമുക്ക് അടുത്തേക്ക് പോവാം. പൂരിപ്പിക്കാം. നമ്മൾ ഒന്നാമത്തെ പാഠം പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പാഠത്തിൽ പാട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ പാട്ടിൽ പെട്ടൊരു വരിയാണ് എന്തായിരുന്നു? ബിസ്മി ഡാഷ് നാം, ബിസ്മി ഡാഷ് കുടിക്കുക നാം. ഇവിടെ ഇങ്ങനത്തെ 2 വരികളുണ്ട്. ബിസ്മി ഡാഷ് നാം എന്ന് പറയുന്ന 2 വരികൾ പറയാം. എങ്ങനെ പറയാം? ബിസ്മി പറഞ്ഞു തുടങ്ങുക എന്നൊരു പാട്ടുണ്ട് അല്ലേ? അതാണ് ആദ്യത്തെ വരികൾ. പക്ഷേ ഇതിൻ്റെ 2ാമത്തെ വരി ഇവിടെ കൊടുത്തത് കൊണ്ട് അത് എഴുതാൻ പറ്റില്ല. മനസ്സിലായ? ഇതിൻ്റെ ബാക്കി വരി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിസ്മി ഡാഷ് കുടിക്കുക നാം. അപ്പോൾ ആ വരിയിലുള്ള ബിസ്മി ഡാഷ് നാം എന്നുള്ള എന്താണോ പൂരിപ്പിക്കാനുള്ളത് അതേ ഇവിടെ പൂരിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ ബിസ്മി പറഞ്ഞു തിന്നുക നാം, ബിസ്മി പറഞ്ഞു കുടിക്കുക നാം. അങ്ങനെ ബിസ്മി പറഞ്ഞു തിന്നുക നാം, ബിസ്മി പറഞ്ഞു കുടിക്കുക നാം. അടുത്തത് വ്യക്തമാക്കാം. സലാമിൻ്റെ പാഠം. സലാം മടക്കേണ്ട വാചകം ഏതാണ്? എങ്ങനെയാണ് സലാം പറഞ്ഞാൽ മടക്കേണ്ടത്? ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മടക്കേണ്ടത്? വഅലൈക്കും മുസ്സലാം, വഅലൈക്കും മുസ്സലാം എന്ന് പറഞ്ഞിട്ടാണ് മടക്കേണ്ടത്. വഅലൈക്കും മുസ്സലാം എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഉത്തരങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് എഴുതാൻ അറിയണം. ഇപ്പോൾ എഴുതി പഠിക്കണം. എല്ലാവരും പഠിക്കൂലേ? ഇൻഷാ അല്ലാഹ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും അല്ലേ? അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല കൂലിയും കിട്ടും. അപ്പോൾ എല്ലാവരും പരീക്ഷ ദുറൂസിൽ 50-50 വാങ്ങൂലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.